Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4 എപ്പിസോഡ് 3 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് അല്ല 153 154 ആണ്. ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിരിക്കും. കാര്യം നമുക്ക് വൺ പീസിന്റെ ചാപ്റ്റർ അല്ല 1747 എക്സ്പ്ലനേഷൻ ഇന്ന് തന്നെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും ചെറുതാക്കിയത്. എന്തായാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ സോളോ ലെവലിങ്ങിന്റെ സെക്കൻഡ് പാർട്ടുള്ള റാഗ്നറോക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ 3 മെയിനുള്ള മാൻഹൗസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന 3 മാൻഹൗസ് സോളോ ലെവലിങ്ങിനായിട്ട് മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേതൊക്കെയാന്ന് വെച്ചാൽ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെറ്റ്, നാനോ മെഷീൻ ആൻഡ് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ്. ഈ 3 നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. സോളോ ലെവലിംഗ് റാഗ്നറോക്കും ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. കാര്യം നമ്മൾ ഓൾമോസ്റ്റ് 30K ആകാറായിട്ടുണ്ട്. 30K ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്നെ നിങ്ങളെ സംബന്ധിച്ച്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ് കാണിക്കുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ കൊറിയൻ ഹണ്ടർ അസോസിയേഷനിലെ ഏറ്റവും പുതിയ ചെയർമാനും കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ വൂ ആയിരുന്നു. ഇത് കാണുന്ന ജിന പറയുന്നുണ്ട്, ഞാൻ കേട്ടത് പഴയ ചെയർമാനെ ആരോ കൊന്നെന്നാണ്. അത് മാത്രമല്ല ഇത്ര പെട്ടെന്ന് അവർ പുതിയ ചെയർമാനെ മാറ്റിയോ? അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കൺട്രി അല്ല, ഈ ലോകം തന്നെ ആകെപ്പാട് അലങ്കോലമായിട്ട് കിടക്കുവാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത അവളുടെ അമ്മേനെ കാണുന്നുണ്ട്. അവളാട്ടെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ പറയുകയും ചെയ്യും, ജിന നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ഒന്നും കൊണ്ടേ കളയുവോ? ഇല്ലമ്മ, എനിക്ക് കഴിയല്ല, എനിക്ക് മടിയാണ്. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടുന്ന് പോയാലോ? ഇവിടുന്ന് പോകാനോ? അതെന്ത് പറ്റി? ഓ എനിക്കെന്തോ, പക്ഷേ എനിക്കിപ്പോഴും ഈ വീട് ഇഷ്ടമാണല്ലോ. ഏത്? ഈ പഴയ വീടാ? ശരിയാണ്, പഴയതായിരിക്കും, പക്ഷെ എനിക്ക് എന്തായാലും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കേൾക്കാൻ നേരത്ത് അവൾ പിണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും വേണ്ട, നീ ആ ലോണ്ടറി ഒന്ന് എടുക്കുമോ? ആ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ ലോണ്ടറി റൂമിലേക്ക് കയറി ആ വാതിൽ തുറക്കാൻ നേരത്ത് ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു പോകും. എന്നിട്ട് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചോടുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിന്നുവിന്റെ ഗിൽഡിന്റെ പുറത്തൊരു കാര്യമാണ്. അവിടെ ഇടയ്ക്കുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, തോമസ് ആൻഡ്രെ അർജുൻ ഗിൽഡിലേക്ക് വന്നെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ ജിൻഹോയ്ക്കാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാമില്ല. പുള്ളിക്കാൻ ആ പടം വെട്ടി വിയർക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, കോപ്പ് ഇയാളെന്തിനാണ് ഇപ്പം ഇവിടേക്ക് വന്നത്? അവൻ മാത്രമല്ല, ജർമ്മനിയിലെ സ്ട്രോങ്ങസ്റ്റ് ഹണ്ടറായ ലെനാർട്ടും ഉണ്ട്. ഇതെന്താണ് എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വന്നത്? സാർ ഒന്നെങ്കിൽ കോൾ എടുക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോയാൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ എല്ലാവരും കൂടെ പിടിച്ചിരുത്താൻ പോണത്? ഓൾമോസ്റ്റ് 2 മണിക്കൂർ അവരെല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. സാർ, മിസ്റ്റർ സാങ് ഇപ്പോൾ റെയ്ഡിൻ്റെ ഇടയിലായിരിക്കും, അതുകൊണ്ട് പുള്ളിക്കാരൻ വീട്ടിലേക്ക് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. അത് ശരിയാണോ? അതെ സാർ, അതായിരിക്കും ചാൻസ് കൂടുതലെന്ന് പറയാൻ നേരത്തെ തന്നെ ജിനു അവിടേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടതും എല്ലാവർക്കും പാതി ആശ്വാസമായി. എനിക്ക് തോന്നിയത് ഇത് ഇവൻ തന്നെ ആയിരിക്കുമെന്ന്. കാര്യം അത്രയധികം റിപ്പോർട്ടേഴ്സ് ആയിരുന്നു താഴെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ലാതെ അവൻ്റെ ഓർ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. സാർ എന്താണ് സാർ എൻ്റെ കോൾ എടുക്കാഞ്ഞത്? എടാ എന്നോട് ക്ഷമിക്കും, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. മിസ്റ്റർ സാങ്, നമ്മൾ കുറച്ച് നാളായാലേ കണ്ടിട്ട്. അതെ, നീ എന്താണ് ഇപ്പോൾ കൊറിയയിലേക്ക് വന്നത്? ദൈവമേ, ഇനി ഇവന്മാർ ഇവിടെ കിടന്ന് അങ്ങനെ ഇടി ഉണ്ടാക്കുമോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് റെഡി കഴിയാൻ നേരത്ത് ഞാൻ നിന്നെ ഒന്ന് കാണാൻ വരുമെന്ന്. ഞാൻ നിനക്കൊരു കിടിലൻ ഗിഫ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റോ? പിന്നെ അല്ലാതെ നിനക്ക് ഉറപ്പായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷേ അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് പോയാലോ? ഇതേ സമയത്ത് നമ്മുടെ ജിൻഹോ മനസ്സിൽ പറയുന്നുണ്ട്, സാർ എന്തായാലും ഒന്ന് സൂക്ഷിച്ചു വേണം, എനിക്ക് പിന്നെ ഒരു തുള്ളി വിശ്വാസമില്ല. പെട്ടെന്ന് എന്നോട് ലെനാർട്ട് അവിടേക്ക് വരുന്നത്. മിസ്റ്റർ സാങ്, ഞാനാണ് ലെനാർട്ട് നിയർമാൻ. അതേ സമയത്ത് തന്നെ നമ്മുടെ തോമസ് അവൻ്റെ വട്ടം കയറി നിൽക്കുന്നുണ്ട്. അല്ല, ഇവനെന്തിനായിരിക്കും ഇവിടേക്ക് വന്നുള്ളൂ? പ്രൊട്ടക്ഷൻ ചോദിച്ചായിരിക്കുമോ? മിസ്റ്റർ സാങ്, നമുക്കെങ്കിൽ പോയാലോ? എന്തായാലും നിനക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് 2 മണിക്കൂറായി മിസ്റ്റർ സാങ്ങിനെ കാണാൻ വേണ്ടി കുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കെന്താ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇത് ടോപ്പ് സീക്രട്ടായുള്ള കാര്യമാണ്. അതുകൊണ്ട് നിനക്ക് അവിടെ വരാൻ പറ്റില്ല, മനസ്സിലായോ? ഉണ്ടാരൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ തോമസ് ജിനുവിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവർ ഫുഡ് കഴിക്കുന്നതാണ്. അതിനിടയ്ക്ക് തോമസ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നിനക്കൊരു ഐഡിയ ഇല്ല, ഈ ഒരു മൊമെന്റിന് വേണ്ടി ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുമെന്നറിയാം. എന്നിട്ട് ഒരു പെട്ടി കൊണ്ട് അവിടെ വെക്കുന്നുണ്ട്. ആ പെട്ടിയെ തൊട്ടിട്ട് നമ്മുടെ തോമസ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇതിൻ്റെ പവർ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ്. എൻ്റെ ഗിൽഡ് മെമ്പേഴ്സിനെ നീ എന്ന് രക്ഷിച്ച്, അല്ല നീ എന്ന് വെറുതെ വിട്ട്, അതിനു വേണ്ടിയുള്ള ഒരു നിക്ക് അത് കാമിഷല്ലേ? എനിക്കറിയായിരുന്നു നിനക്ക് കാണാൻ നേരത്തെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുമെന്ന്. അല്ല, കാമിഷ് ബ്യൂറോയുടെ കൂടെ അല്ലായിരുന്നു, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്ന്? സത്യം പറഞ്ഞാൽ അവൻ്റെ ബോഡിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം US ഗവൺമെൻറ് കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇത് കാമിഷിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള പല്ലായിരുന്നു. അത് എന്നെ കടിച്ചതാണ്, പക്ഷേ അത് ഞാൻ ഇങ്ങോട്ട് വലിച്ചൂരെടുത്ത്. അതുകൊണ്ട് തന്നെ അവരൊരു ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് അവരെനിക്ക് തന്നു. സംഭവത്തിന് കുറച്ച് നീട്ടം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് എനിക്കൊരു വലിയ സോഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് 2 ഡാഗർ ആക്കാൻ പറ്റി. പക്ഷേ ആര് കണ്ട് അത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഉപകാരപ്പെടുമെന്ന്? എന്തായാലും ഇനി മുതൽ അത് നിന്റെയാണ്. അങ്ങനെ ജിന്നു അതെടുത്ത് നോക്കാറുണ്ട്, ഞെട്ടിത്തെറിച്ചു പോകും. കാര്യം 1500 അഡീഷണൽ ഡാമേജ് ആണ് അതിനുണ്ടായിരുന്നത്.
അതൊട്ടും നിസ്സാരമല്ല. കാര്യം പുള്ളിക്കാരൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഡീമൺ കിങ് ഡാഗറിന് വെറും 220 അറ്റാക്കിംഗ് പവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിൻവു നൈസായിട്ട് അതൊന്ന് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ തോമസ് പറയും ചെയ്യും, എടാ ഒന്ന് വെയിറ്റ് ചെയ്യ്, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അതിനെൻ്റെ റീഎൻഫോഴ്സ്മെന്റ് വരെ സ്ലൈസ് ചെയ്യാനുള്ള പവർ ഉണ്ട്, നീ എന്തായാലും എന്നെ കൊല്ലാൻ പോകുമല്ലോ. ആ ഒരു ഡാഗർ കിഡിലെ സാധനമായിരുന്നു. ജിൻവുവിന് നന്നായിട്ട് അതിന് ഇഷ്ടപ്പെട്ടു. കാര്യം ജിൻവുവിൻ്റെ മാനക്ക് അനുസരിച്ച് അത് തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോകും. അപ്പം തന്നെ നമ്മുടെ തോമസ് ചോദിക്കുന്നുണ്ട്, ലോറ നിനക്ക് ഇനിയും തോന്നുന്നുണ്ടോ ഞാനൊരു തെറ്റാണ് ഇവിടെ ചെയ്തതെന്ന്? ഒരിക്കലും ഇല്ല സാർ. അപ്പോൾ ജിനു എങ്ങനെയുണ്ട് എൻ്റെ ഗിഫ്റ്റ്? നീ ശരിക്കും ഇത് ഫ്രീ ആയിട്ടാണ് എനിക്ക് തരുന്നത്? ഫ്രീ ആണെന്ന് ആര് പറഞ്ഞ്? എൻ്റെ ഗിൽഡ് മെമ്പേഴ്സിൻ്റെ ജീവൻ വെച്ച് നോക്കാനത്ത് ഇത് വളരെ ചീപ്പായുള്ള ഒരു പ്രൈസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാപ്പിലി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു ജിനുവിൻ്റെ അതേപോലെ തോമസിനും ആ ഒരു ഫീൽ കയറി വന്നത്. തോമസ് ചോദിക്കുന്നുണ്ട്, ജിൻവു പിന്നെ കാണിക്കുന്നത് ആൾക്കാരൊക്കെ ഞെട്ടിത്തെറിച്ച് ആകർഷത്തേക്ക് നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ ജിൻവു പറയുന്നുണ്ട്, സോ ഇതാണല്ലേ അന്ന് ആ കോൺഫറൻസ് വെച്ച് ഡോക്ടർ പറഞ്ഞ സംഭവം, മാഗിസ്ഫിയർ, അതും കൊറിയയുടെ മുകളിലുള്ളത്. മിസ്റ്റർ സാങ്, സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇത്രയും വലുത് ആദ്യമായിട്ടാണ് കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ ക്യാമിഷ് വന്നതിനെക്കാട്ടും വലിയ ഒരു സംഭവം തന്നെയാണിത്. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു ഗേറ്റാണ്. വലുതെന്ന് പറഞ്ഞാൽ വളരെയധികം മാസീവായിട്ടുള്ള നമ്മുടെ കൊറിയയിലെ ഒരു സിറ്റി മുഴുവൻ വാസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയൊരു ഗേറ്റ്. ഞാൻ റീസെൻ്റ്ലി എല്ലാവർക്കും ഒരു വാർണിംഗ് കൊടുത്തിരുന്നു, ഇതുപോലെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. സിയോളിൽ വന്നിരിക്കുന്നത് ചെറിയൊരു തുടക്കം മാത്രമാണ്. ഇതുപോലെ വലിയ ഗേറ്റ്സ് ഇനിയും ലോകത്തിന്റെ പല കോണുകളിലും വന്നിരിക്കും. താങ്കൾ പറയുന്നത് ഇത്തരം ഭയാനകമായ ഗേറ്റ്സ് ഇനിയും ഈ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലും വരുമെന്നാണോ? പ്രിസൈസ്ലി അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രൊഫസർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ കുറേ നാളായിട്ട് ഈ ഗേറ്റിനെയും ബീസിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ്. സോ ഇത്രയും വലിയൊരു സംഭവം വന്നപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യേണ്ടത്? താങ്കൾക്ക് എന്താണ് ഈ ഒരു ഗെയിമിനെ പറ്റി പറയാനുള്ളത്? സത്യം പറയാനാണെങ്കിൽ പ്രാർത്ഥിക്കുക. ഒരു വലിയൊരു ട്രാജഡി ഒഴിവാക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്ത് ജിന്നു ആ ഗെയിറ്റിൻ്റെ അടുത്ത് വന്നിപ്പോണ്ട്, കോപ്പ് എനിക്ക് ഈ ഗെയിറ്റിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല, എന്തോ ബ്ലോക്ക് ചെയ്യുന്ന പോലെ. ഇതെന്താണ് സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ കുടുംബവും കൂട്ടുകാരും എല്ലാവരും താഴെയുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് വന്നാലും അതെനിക്ക് തടഞ്ഞിരിക്കണം. ഈ ഒരു സമയത്ത് ജിന്നുവിൻ്റെ മൊബൈൽ അടിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നോക്കാൻ നേരത്ത് അത് വൂവായിരുന്നു, അത് എടുക്കുന്നുണ്ട്. നീയായിരുന്നോ? അല്ല, ഇനി ഞാൻ നിന്നെ എന്ത് വിളിക്കണം? വോന്ന് വിളിക്കണോ അതോ ചെയർമാൻ എന്ന് വിളിക്കണോ? താങ്കൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊമോഷനിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് താങ്കൾ എന്ത് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞ കാര്യം നീ നോക്കിയായിരുന്നു? ഞാൻ നോക്കിയായിരുന്നു. ഹണ്ണർ മാനേജ്മെൻറ്റ് ഏജൻസിയൊക്കെ വെച്ച് ഞാൻ പല രാജ്യത്തുള്ള സാറ്റലൈറ്റ്സ് വെച്ച് എല്ലാം സ്കാൻ ചെയ്ത് നോക്കി. പക്ഷേ സത്യം പറയാമല്ലോ, ഈ ലോകത്ത് വേറൊരു പുതിയ ഗേറ്റ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ പറയുന്നത് ഈ ഒരു ഗേറ്റ് വന്നതിന് ശേഷം ഈ ലോകത്ത് വേറൊരു പുതിയ ഗേറ്റ് വന്നിട്ടില്ലെന്നാണോ? പ്രിസൈസ്ലി പറഞ്ഞാൽ അത് തന്നെ. ഓൾമോസ്റ്റ് 3 മണിക്കൂറായില്ലേ ഈ ഒരു ഗേറ്റ് വന്നിട്ട്. അത് കഴിഞ്ഞ് പുതിയ ഗേറ്റ് വന്നിട്ടുമില്ല, ഉള്ള ഗേറ്റ്സൊക്കെ ഡിസപ്പിയർ ആകുന്നുണ്ട്. ഇതെന്തായാലും ഒരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് മാറ്റാൻ പോകുവാണ്. പതുക്കെ ഓരോ സ്റ്റെപ്പിൽ നിന്ന് ഇത്രയും വലിയ പ്രശ്നം തീർന്ന് അവരെല്ലാവരും മാറ്റണമല്ലോ. അല്ല, താങ്കളുടെ പ്ലാൻ എന്താണ്? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ഇവിടെ വെയിറ്റ് ചെയ്യുക, എന്ത് വന്നാലും അങ്ങോട്ട് നേരിടുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹണ്ടർ അസോസിയേഷനിലാണ്. നമ്മുടെ ബെറോയുടെ ജിന്നുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ജിന്നു മാക്സിമം അതെല്ലാം ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യും, വീണ്ടും ജിന്നു ഡോഡ് ചെയ്ത് മാറും. അവസാനം ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജിന്നു അവൻ്റെ കയ്യിൽ കയറി പിടിക്കും. എന്നിട്ട് ഒരു ചോദ്യം കണ്ട് ചോദിക്കും, ബെറു നീ നിന്റെ ഫുൾ പവർ യൂസ് ചെയ്യുന്നുണ്ടോ? അടുത്ത സെക്കൻഡിൽ തന്നെ കൈയും വലിച്ച് ബെറു ബാക്കിലേക്ക് പോയിട്ട്, മൈക്കിങ് അതിങ്ങനെ പോസിബിൾ ആവും? ഞാൻ എങ്ങനെയാണ് തൻ്റെ ഫുൾ പവർ താങ്കളുടെ യൂസ് ചെയ്യുന്നത്? ബെറു, നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന വേണ്ട, നീ നിന്റെ ഫുൾ പവർ യൂസ് ചെയ്യും. ഇതൊരു വർക്കൗട്ട് അല്ലേ, നിനക്ക് മാത്രമേ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മൈക്കിങ്, താങ്കളുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്കെന്ത് പറയണമെന്ന് അറിയാമല്ല. ഞാൻ ശരിക്കും താങ്കളുടെ വാക്കുകൾ കേട്ടിട്ട് അലിഞ്ഞു പോകുവാണ്. എൻ്റെ ബെറു, നിനക്കിത് എന്ത് പറ്റി? നീ എൻ്റെ വൊക്കാബിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കൂടുന്നത്? നീ മനുഷ്യനെ കഴിച്ചോ? ഇല്ലല്ലോ. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ജിന്നു വീണ്ടും അങ്ങോട്ട് വാമപ്പാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ബെറും പുള്ളിക്കാരൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യുന്നുണ്ട്. ബെറു ഏകദേശം ലെവൽ മാക്സ് ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ റാങ്ക് കമാൻഡറാണ്. അങ്ങനെ പേര് ജിന്നുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നേരെ ചെല്ലുന്നുണ്ടെങ്കിലും ജിന്നു അത് ഡോഡ് ചെയ്ത് മാറും. അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു കിട്ടിൽ ഇടിവെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ജിന്നു അത് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ സ്ട്രോങ്ങറാണ്, ഇപ്പോൾ നീ ഒരു കമാൻഡറാണ്. എന്നിട്ട് അത് ഡോഡ് ചെയ്യേണ്ട പുള്ളിക്കാരൻ ഒരു വാക്കും കൂടെ പറയുകയും ചെയ്യും. പക്ഷേ നിനക്കൊരു കാര്യം അറിയാമോ? എന്നിട്ട് ജിന്നു അതിൻ്റെ വായിച്ച് നോക്കി ഇടി കൊടുക്കും. ഒരു ആർമിയിൽ ഒരു കമാൻഡർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈഡ് വിഗ്രസും ഒക്കെ ഒന്ന് ലെവലപ്പായി കഴിഞ്ഞാൽ അവരും ജനറൽസ് ആകും. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. നിന്റെ പൊസിഷൻ എപ്പം വേണമെങ്കിലും പോകും. ഇത് കേൾക്കാൻ നേരത്ത് ബെറുവിന് ദേഷ്യം വന്നിട്ട് അവിടെ ഒരു കീഴിലും ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ജിന്നു ഇപ്പോൾ പറയുന്നുണ്ട്, സംഭവം കൊള്ളാം, പക്ഷേ ഇത് പോരാ. ബെറുവാണ് എൻ്റെ കൂട്ടത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ആർമി. പക്ഷേ അവനൊരിക്കലും അവരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഇതൊന്നും പോരാ. അടുത്തൊരു അറ്റാക്ക് നമ്മുടെ ബെറു ചെയ്യാൻ നേരത്ത് അത് ഡോഡ് ചെയ്ത് ജിന്നു എൻ്റെ മുഖത്ത് നോക്കി ഒരു പഞ്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ബെറു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ജിന്നു അവിടുന്ന് മാഞ്ഞ് പുള്ളിക്ക് ബാക്കിൽ പോയി നിന്നിട്ട് ഒരൊറ്റ കൊടുക്കും. ആ ഇട്ട് കാരണം തന്നെ നമ്മുടെ ബെറു തീർച്ചു പോയി അവിടുത്തെ ഒരു വാളടിച്ച് അനങ്ങാൻ പറ്റാതെ കിടക്കുവാണ്. മൈക്കിങ്, എന്നോട് ക്ഷമിക്കും, ഞാൻ താങ്കളുടെ ഒരു പാവപ്പെട്ട സെർവൻറ്റ് മാത്രമാണ്. താങ്കളുടെ ഓൾമൈറ്റി പവേഴ്സിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല.
ഈ ചെറുക്കനെ കൊണ്ട് ഇനി ഹിസ്റ്റോറിക്കൽ ഡ്രാമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഭ്രാന്തെടുത്തിരിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് ജിനു മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ജിംനേഷ്യം മുഴുവൻ ആകെപ്പാട് അലങ്കോലായിട്ട് കിടക്കുവാണ്. എന്നിട്ട് ചെയർമാനെ വിളിച്ച് പറയുന്നുണ്ട്, സാർ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 300 ആൻസ് ഉണ്ട്, അവർ നന്നായിട്ട് പണി ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ അവർ നോക്കിയോളും. പിന്നെ നമ്മുടെ തോമസാണ് കാണിക്കുന്നത്. തോമസ് ആവട്ടെ നമ്മുടെ സിയോല്ല ഒരു ഹോട്ടലുണ്ടായിരുന്നു. അല്ലടാ നീ തിരിച്ചു പോകുന്നില്ലേ? ഞാൻ എങ്ങനെ പോകാനാണ്? ഇത്ര വലിയ ബ്യൂട്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകാനാണ്? അല്ല അത് ഇച്ചിരി വലുതായിരിക്കും, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നില്ലേ? പക്ഷെ ഇതെല്ലാം ബ്യൂട്ടിഫുള്ളാണ്. ജിൻവു, ഈ പവേഴ്സ്, ഇത്ര വലിയ ഗേറ്റ്, ഇതൊക്കെ എനിക്ക് ബ്യൂട്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രോങ്ങറും ഡേഞ്ചറസും ആയിട്ടുള്ള എല്ലാം വളരെയധികം ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് അതെല്ലാം എനിക്കും വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എങ്കിലും താങ്കൾക്കില്ലാത്തത് അറിയാം, അതും എനിക്കറിയാം. എന്തായാലും നമുക്ക് പോയിട്ട് തിരിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നീ തന്നെ ആലോചിച്ച് നോക്കിയാൽ പുതിയ ഗേറ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ബ്യൂറോയാ അവരോട് പോകാൻ പറ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജിൻവിൻ്റെ സൈഡാണ് ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ്. അതുമല്ല ഈ ഒരു ഗേറ്റ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു പോയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു? വല്ല കാര്യമുണ്ടോ? ഇതൊന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാനമായിരിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പുതിയൊരു തുടക്കമായിരിക്കും. എന്തായാലും അതെനിക്ക് നേരിട്ട് കാണണം. അങ്ങനെയാണ് ചാപ്റ്റർ 154 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. കാര്യം നമുക്ക് ഇന്ന് വൺ പീസിനെ ഇവിടെ വീഡിയോ ചെയ്യാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 2 ചാപ്റ്റർ ഒതുക്കിയത്. സോ എന്തായാലും നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.